വയനാടിന് 250 കോടി രൂപയുടെ കേന്ദ്ര സഹായം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ വയനാടിന് 260 കോടി രൂപ 250 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത അധികാര സമിതിയാണ് ഈ തുക വയനാടിന് അനുവദിച്ചിരിക്കുന്നത്. അജീഷ് ജയകുമാർ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. അജീഷ്, ഗുഡ് ഈവനിങ്. അജീഷ്, എന്തായാലും വൈകിയാണെങ്കിലും ഇത്തരൊരു തീരുമാനം വന്നു, നമുക്ക് ആശ്വാസകരം, സന്തോഷം. പറയും. ഈ കേരളത്തിന് ഒരു ഗ്രാൻഡായിട്ട് പണം നൽകണമെന്ന് കേരളം നേരത്തെ തന്നെ ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ വൈകി തന്നെയാണ്, ഏതാണ്ട് ദുരന്തം നടന്ന ഒരു വർഷവും മാസങ്ങളും പിന്നിടുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഗ്രാൻഡായിട്ട് ഒരു ധനസഹായം കിട്ടുന്നത്. 260 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. മറ്റത് കൂടാതെ 9 സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം ധനസഹായം നൽകിയിട്ടുണ്ട്. ഈ പ്രളയ ദുരിതാശ്വാസത്തിനും മറ്റുമാണ് ഈ പണം അനുവദിച്ചിട്ടുള്ളത്. 4645 കോടി രൂപയാണ് കേരളം ഉൾപ്പെടെയുള്ള 9 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് ഈ അമിത്ഷായുടെയും ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും ഒപ്പം തന്നെ കൃഷിമന്ത്രി കൂടാതെ നീതി ആയോഗ് വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ ഒരു ഉന്നതാധികാര സമിതിയാണ് ഈ സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിച്ചത്. കേരളം നേരത്തെ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് മാനേജ്മെന്റ് റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകിയിരുന്നു. അങ്ങനെ അത് 1000-ലധികം കോടി രൂപയുടെ റിപ്പോർട്ടാണ് നൽകിയത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമാണ് ഈ പണം ആവശ്യപ്പെട്ട് നൽകിയത്. പക്ഷേ ഈ റിപ്പോർട്ട് നൽകിയിട്ടും കേന്ദ്രം പണം അനുവദിച്ചില്ലായിരുന്നു. അപ്പോൾ അതിന് പകരം കേന്ദ്രം 520 കോടി രൂപയുടെ ഒരു വായ്പയാണ് അടച്ചത്. പലിശരഹിത വായ്പയാണ്. 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലുള്ള ഒരു വായ്പയായിരുന്നു കേന്ദ്രം അനുവദിച്ചത്. പക്ഷേ അത് മതിയാകില്ല എന്ന് കേരളം നേരത്തെ തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ഹൈക്കോടതിയിലടക്കം കേസുകൾ പോവുകയും കോടതി നിർദ്ദേശത്തെ തുടർന്ന് 170 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്ന് റിലീസ് ചെയ്യാൻ കേന്ദ്രം അനുവദിക്കുകയും ചെയ്തു. അതല്ലാതെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റു ധനസഹായമൊന്നും ഈ ഘട്ടത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലായിരുന്നു വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ട്. എന്നാൽ ഇപ്പോഴാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് 260 കോടി രൂപ കേരളത്തിന് നൽകുന്നത്. എന്തായാലും വൈകാതെ തന്നെ അത് റിലീസ് ചെയ്യാനുള്ള നടപടികൾ, അത് കേരളം അതിന്റെ റിപ്പോർട്ടിന്റെ കാര്യങ്ങളടക്കം നൽകുമ്പോൾ ഇത് കേരളത്തിന് നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.